Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കാട്ടിലൂടെ പെട്രോളിംഗ് നടത്തുന്ന രണ്ട് സോൾജേഴ്സിനെ ആയിരിക്കും കാണിക്കുക. ഒരുത്തനാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളവരോട് പറയും, ഇത്രയും കഷ്ടപ്പെട്ട് മനുഷ്യരെ ടൈറ്റൽസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ആ സർവേ കോപ്സിനെ എന്തിനായിരിക്കും ഇവർ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിനവൻ പറയും, നീ അത് കണ്ടതല്ലേ? സർവേ കോപ്സിന്റെ ആ ഒരു വലിയ ഏറ്റുമുട്ടലിൽ ഒരുപാട് പേര് അന്ന് മരിക്കുകയുണ്ടായി. മാത്രമല്ല ആനി, അവൾ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതിനെല്ലാം കാരണക്കാർ സർവേ കോപ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ ഇപ്പൊ പിടിക്കുന്നത്. ഉടനെ മാർലോ പറയും, സർവേ കോപ്സ് ചെയ്തത് ശരിക്കും നല്ല കാര്യം തന്നെയല്ലേ? നമ്മുടെ ഇടയിൽ അത്രയും കാലം ആരും അറിയാതെ ജീവിച്ചിരുന്ന ആ ഒരു ഡൈറ്റൻ ആനിയെ അവളെ കണ്ടുപിടിച്ചത് സത്യത്തിൽ വേക്കോപ്സ് ആണ്. സോ നമ്മൾ ശരിക്കും അവരെ അംഗീകരിക്കണമെന്ന് പറയും. അവരത് പറയുന്ന അതേ സമയം തന്നെ എന്തോ ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അവര് തോക്കൊക്കെ ചൂണ്ടി ആ ശബ്ദം കേട്ടിയ ഭാഗത്തേക്ക് പോകും. അത് മറ്റാരുമല്ല, ആർമിൻ. കാഷയും ലീവായും അവർ രണ്ടുപേരും ചാടി വന്ന് ഇപ്പൊ ആ സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗണ്ണങ്ങനെ പിടിച്ചു മേടിക്കുകയാണ്. ആർമിനാണെങ്കിൽ അവരോട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയും. കട്ട് ചെയ്ത സ്മിത്തിന്റെ അടുത്തേക്ക് ഒരു സോൾജിയർ വന്ന് അവനോട് പറയും, നിന്നെ ചോദ്യം ചെയ്യാനുള്ള സമയം അതായിരിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു നേവി പോലീസ് സോൾജിയറിനോട് പത്രക്കാർ ചോദിക്കും, സത്യത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ സർവേ കോപ്സ് ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കണേ? അതിനാൽ സോൾജിയർ പറയും, ഒന്നും ഉറപ്പു പറയാനായിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ കഴിയൂ. അത് കേട്ട പത്രപ്രവർത്തകനാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്റീരിയൽ സ്ക്വാഡ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് സോൾജിയർ ഞെട്ടും. തന്നെ ആ സീനിയർ റിപ്പോർട്ടർ ആണെങ്കിൽ ഇപ്പോ ആ ഓഫീസറിനോട് സോറി പറയും. ഐം സോറി, ആക്ച്വലി ഇവൻ പുതുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇന്റീരിയൽ ഓഫീസറിനെ കുറിച്ചോ അതുപോലെ തന്നെ പുതിയ മാനുവൽ ഗിയറിനെ കുറിച്ചോ ഞങ്ങളൊന്നും തന്നെ പത്രത്തിൽ എഴുതില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആ ഓഫീസറിനും ആശ്വാസമാവും. സത്യത്തിൽ ആ പുതിയ 3D മാനുവൽ ഗിയർ അതുപയോഗിച്ച് ടൈറ്റൻസിനെ കൊല്ലാൻ കഴിയില്ല. എന്നാൽ അതുപയോഗിച്ച് ഇല്ലാതാക്കാൻ കഴിയും. അവരുടെ ലക്ഷ്യം അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും സർവേ കോപ്സിനെ ഇല്ലാതാക്കുക എന്നതാണ്. ആണ് ഒരുപക്ഷെ ആ ഒരു ആയുധം നമുക്ക് നേരെയും തിരിയാൻ ചാൻസ് ഉണ്ടെന്ന് ചിന്തിച്ച് അവരങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഡീമോന്റെ മകനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഈ പോലീസിനെ കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അവന്റെ പിന്നാലെ പോയി അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുട്ടിയിടയിൽ കണ്ണാടി പെണ്ണാണെങ്കിൽ അവനെ അങ്ങനെ ഉയർത്തിയെടുത്ത് രക്ഷപ്പെടുത്തുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, നീ ആ മരിച്ചുപോയ ബിസിനസ്സുകാരന്റെ മകനല്ലേ? അതിനവൻ പറയും, അതെ. നിന്നെ ഇപ്രകാരം ഓടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അതിനവൻ പറയും, എനിക്കറിയാം. ഞാനൊന്ന് പുറത്തേക്ക് മാറിയ സമയത്ത് ഇന്റീരിയൽ സ്ക്വാഡിലുള്ള സോൾജിയേഴ്സ് എന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നു. അതിൽ നീളമുള്ള ഒരാളാണ് എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത്. അത് പുറത്തു പോകാതിരിക്കാനാണ് ഇവരിപ്പോ എന്നെ പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം. നമുക്ക് എത്രയും വേഗം സത്യം എല്ലാവരോടും വിളിച്ചു പറയണം. അതിനവൻ പറയും, അയ്യോ ഇല്ല, ഓൾറെഡി പത്രത്തിൽ വന്നത് നീ വായിച്ചില്ലേ? ഇന്ത്യൻ സ്ക്വാഡ് അത് സർവേ കോപ്സിന് മേലെ കെട്ടിവെച്ചു. സത്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെയും പിടിച്ച് കൊന്നുകളയും. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ കിട്ടുന്നതുവരെ ഈ മതിലുകൾക്കുള്ളിൽ ഒളിച്ചു താമസിക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതിനവള് പറയും, പേടിച്ച് ഇപ്രകാരം ഒളിച്ചു ജീവിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഞങ്ങളോടൊപ്പം കൂടി അവസാനത്തെ ഒരു പരിശ്രമത്തിന് വേണ്ടി നീ ശ്രമിക്കുന്നതാണ്. നിന്നെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഭയമാണ്, ഞാൻ ഒരിക്കലും നിങ്ങളോടൊപ്പം വരില്ല. കാരണം ഞാൻ നിങ്ങളെപ്പോലെ അഭ്യാസിയല്ല. അതിനവള് പറയും, ഈ സത്യങ്ങൾ ലോകം മുമ്പും ഫാമിലിയും ഈ ലോകം മുഴുവൻ അറിയണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അതിനവൻ പറയും, സത്യത്തിൽ സർവേ കോപ്സിനെ സേവ് ചെയ്യാനല്ലേ നീ എന്നെ സഹായിക്കാൻ ശ്രമിക്കണേ? അതിനവള് ദേഷ്യപ്പെട്ട് അതെ, മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കാനായിട്ട് പറയും. അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് ഇപ്പൊ താഴെയുള്ള കുറച്ച് സോൾജേഴ്സ് കേൾക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് വലിക്കും. ഇനി ഇവിടെ നിന്നാ വലിയ അപകടം ഉണ്ടാവും, നമുക്ക് എത്രയും വേഗം പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മിക്കാസയും ലീവായും അവരെല്ലാവരും പരസ്പരം ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന ആ രണ്ടുപേരുടെ വസ്ത്രവും ആയുധങ്ങളും ധരിച്ച് നമുക്ക് ആ മിലിറ്ററി പോലീസിനിടയിലേക്ക് കയറിപ്പറ്റി നമ്മുടെ ഫ്രണ്ട്സിനെ അവരെ രക്ഷിക്കണം. ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ ഡീറ്റെയിൽസ് അത് പരസ്പരം കൈമാറും. ആണെങ്കിൽ ആ സോൾജേഴ്സിനോട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അതിന് അവര് പറയും, നിങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ണെങ്കിൽ അവരോട് പറയും, നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ടൈറ്റിനെ കണ്ടുപിടിച്ചത് ഞങ്ങൾ തന്നെയാണ്. സോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ നിന്ന് കളിക്കുന്നത് ആ നടുക്കുള്ളവരാണ്. അവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി സത്യം പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ആണെങ്കിൽ ലീവായോട് വിളിച്ചു പറയും, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം. അതിന് ലീവായി പറയും, പറ്റില്ല. നിങ്ങൾ ഗവൺമെന്റിനെ എതിർത്ത് ഫൈറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ക്യാപ്റ്റൻ ലീവായ് ആണെങ്കിൽ അവിടെ നിന്ന് കടന്നു. ഇന്നാണെങ്കിൽ ലീവായോട് ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ഒരു രഹസ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം കത്തി പുറത്തെടുത്ത് കൊല്ലാനായിട്ട് ശ്രമിക്കും.
അതിനാ പയ്യനാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളെ വിട്ടയക്കാൻ ഓൾറെഡി ലീവായി പറഞ്ഞതല്ലേ, നീ എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നത്? ജിൻ പറയും, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല, നിങ്ങളെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടന്നു വരുന്ന സമയത്ത് അവൻ കാല് വഴി താഴേക്ക് വീഴും. അത് കണ്ട മാർലോ ആണെങ്കിൽ ആ കത്തി എടുത്ത് കെട്ടഴിക്കാൻ ശ്രമിക്കും. ഒപ്പം അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയും. ജിന്നാണെങ്കിൽ ഒരു കമ്പെടുത്ത് അത് തോക്കാണെന്ന് ഭാവിച്ച് അവന്റെ ദേഹത്ത് വെക്കും. അതുകൊണ്ട് അവനാണെങ്കിൽ കത്തി താഴെയിട്ട്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ മനുഷ്യരെ രക്ഷിക്കാനാണ് െന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, സോ ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ തയ്യാറാണെന്ന് പറയും. ഉടനെ ജിന്നാണെങ്കിൽ തല അങ്ങനെ താഴ്ത്തുന്ന അതേ സമയം ആ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് വലിയൊരു മരത്തടി എടുത്ത് ഇപ്പൊ അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. അടികിട്ടി ജിൻ തെറിച്ചു പോയി താഴെ വീഴും. ആണെങ്കിൽ വീണ്ടും ആ കമ്പെടുത്ത് അവനെ അടിക്കാനായിട്ട് ഒരുങ്ങും. അത് കണ്ട ആ സോൾജിയർ ആണെങ്കിൽ അവളെ തടയാണ്. അവൻ അടിക്കാൻ പാടില്ല, അവൻ അറിഞ്ഞുകൊണ്ടാണ് ആ കത്തി എനിക്ക് ഇട്ട് തന്നത്, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ ജിന്നിനെ പിടിച്ചുയർത്തുകയാണ്. സോ എന്നെ വിശ്വസിക്കാമെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു, സോ നിനക്കിനി ഞങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറയും. അതിനുശേഷം ഈച്ചും മാർലോയും അവർ രണ്ടുപേരും ചേർന്ന് മിലിറ്ററി പോലീസിന്റെ വീക്കായിട്ടുള്ള ഒരു ഓഫീസ് അത് കാണിച്ചു കൊടുക്കുകയാണ്. ജിന്നാണെങ്കിൽ കാര്യമായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യും. ശേഷം ലീവായി ആണെങ്കിൽ അവരോട് താങ്ക്സ് പറഞ്ഞ് ജിന്നും ടീമും ആണെങ്കിൽ ആ ഒരു ചെക്ക് പോസ്റ്റും ഓഫീസും ഒക്കെ ഇടിച്ച് തകർത്ത് കളയുകയാണ്. ലീവായി ആണെങ്കിൽ അവരുടെ തോക്കുകളും സാധനങ്ങളും എല്ലാം തന്നെ തട്ടിയെടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മിലിറ്ററി പോലീസിനെ രക്ഷപ്പെടാനായിട്ട് ഒരു ഭാഗത്തേക്ക് ഓടി വന്ന പ്ലഗനെയാണ് കാണിക്കുക. ആണെങ്കിൽ പേടിച്ച് ഭയന്ന് ഇപ്പൊ അവരോട് ചോദിക്കും, സത്യം പറയും, ഇന്റീരിയൽ സ്ക്വാഡല്ലേ എന്റെ പപ്പയെ കൊന്നു കളഞ്ഞത്? അതിനാ സോൾജേഴ്സ് പറയും, അത് നീ ഇനി അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, നീ ഇപ്പൊ മരിക്കാൻ പോവല്ലേ? അതിനവൻ പറയും, പ്ലീസ് ദയവ് ചെയ്ത് കൊല്ലുന്നതിന് മുൻപ് എന്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഞാനും എന്റെ അച്ഛനും എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് പറയണം, എന്തിനാണ് ഞങ്ങൾ ഇല്ലാതാക്കിയെന്നും നിങ്ങൾ പറയണം. സോൾജേഴ്സ് ആണെങ്കിൽ ശരിക്കും ഇന്റീരിയൽ സ്ക്വാഡുമായിട്ടുള്ള ആ ഒരു ഡീലർഷിപ്പ് അത് അവസാനിപ്പിച്ച് നിന്റെ അച്ഛൻ സർവേ കോപ്സുമായിട്ട് ചേർന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. ഇത്രയൊക്കെ ആയിട്ട് ആ കാര്യം നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് അറിയാവുന്ന നിന്റെ അച്ഛനെ കൊന്നു കളയുകയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുൻപിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിന്നെ കൊല്ലാനും ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. റഗലാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, അച്ഛൻ എന്നോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സെന്തു പറയുന്നോ അത് കേൾക്കുക എന്നത്. സോ എന്റെ അച്ഛനെ ഇല്ലാതാക്കിയ നിങ്ങളുടെ ചതി അതെന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കെതിരെയുള്ള സർവേ കോപ്സിനെ ഞാനത് അറിയിച്ചു, ഞാനിപ്പോ അവരുടെ കൂടെയാണെന്ന് പറയും. അടുത്ത നിമിഷം നമ്മുടെ സർവേ കോപ്സ് ടീം ഇവിടേക്ക് ചാടി വന്ന് ഇപ്പൊ സോൾജേഴ്സിനെ ഓറഞ്ചും പുറഞ്ഞും തല്ലും. ആണെങ്കിൽ ഭയപ്പെട്ട് ചുറ്റും നോക്കും. അവിടേക്ക് എങ്ങനെ സർവേ കോപ്സ് വന്നോന്ന് അവന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യവും അവർ മനസ്സിലാക്കുക. അവരാരും ഇല്ല എന്ന് കരുതിയിരുന്ന ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പൊ പുറത്തേക്ക് വരും. ഞങ്ങൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്റീരിയൽ സ്ക്വാഡാണ്. അതിന് ഓഫീസർ പറയും, നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഇവിടെ എന്ത് നടക്കണം എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റും ഞങ്ങളുമാണെന്ന് പറയും. അത് കേട്ട് ഇപ്പോ നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ ഇപ്പൊ ഓഫീസറിന്റെ മുഖത്ത് കയറിയിരുന്ന്, ജനങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി ഇത് റേസ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും, ഇന്റീരിയൽ പുഴുക്കളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാൻ തയ്യാറാവും. കട്ട് ചെയ്ത ഇവിടെ ലീവായി ആണെങ്കിൽ അവിടെയുള്ള ഒരാളോട്, സത്യം പറയും, എറിനും അതുപോലെ തന്നെ ക്രിസ്റ്റീനയും അവർ രണ്ടുപേരും എവിടെ? അതിനാ ഒരു സോൾജിയർ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ ഇല്ലാതാക്കും, ആദ്യം ഇല്ലാതാക്കാൻ പോകുന്നത് നിങ്ങളുടെ കമാൻഡർ എർവിൻ സ്മിത്തിനെ തന്നെ ആയിരിക്കും. അത് കേട്ട് ലീവായി ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ തിരിച്ചൊട്ടിക്കും, മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല, ഈ ഒരു ഭൂമിയെ നിങ്ങളെപ്പോലുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ മരിക്കൂ. ഇതിനാ ഓഫീസറാണെങ്കിൽ നിലവിളിച്ചു പറയും, എനിക്കറിയില്ല കെനി അക്രമാൻ, അവൻ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് കേട്ട് ഇപ്പൊ ലീവായി ഞെട്ടും, ഓ അവനാണോ ഇതിന്റെ എല്ലാ സൂത്രധാരൻ? ല്ല, നിനക്ക് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്ന് പറഞ്ഞ് ലീവായി ആണെങ്കിൽ അവന്റെ ബാക്കിയുള്ള കൈയും കാലും തകർക്കാൻ ശ്രമിക്കുന്ന അതേസമയം ആരൊക്കെ അവിടേക്ക് കടന്നു വരും. ഉടനെ ആ ഒരു സോൾജിയർ ആണെങ്കിൽ ലീവായോട് പറയും, അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, എന്നെ രക്ഷിക്കാനുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കമാൻഡർ എർവിൻ സ്മിത്ത് ആളെയാണെങ്കിൽ ഒരുപാട് തല്ലി ഒരു ഭാഗത്തിട്ടിരിക്കുകയാണ്. ഒരു സോൾജിയർ ആണെങ്കിൽ ആളുടെ അടുത്തേക്ക് വരും, കഴിഞ്ഞ ദിവസം നീ എന്നെ ഉപദേശിച്ചപ്പോ ഒരു കാര്യമാണ് നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, എന്തായാലും കുഴപ്പമില്ല, നിന്നെ കിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കിങ്ങിന്റെ അടുത്ത് എത്തിയതിനു ശേഷം സർവേ കോപ്സിന്റെയും നിന്റെയും വിധി അദ്ദേഹം പ്രഖ്യാപിക്കും. എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പോൾ അവനോട് നിന്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നുവെന്ന് ചോദിക്കും. ഞാനൊരു പ്രത്യേക കാര്യം മൊട്ട കമാൻഡറിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാ ഇവിടെ എർവിൻ സ്മിത്തിന്റെ കയ്യിൽ നിന്ന് യാതൊരു ഇൻഫർമേഷനും കിട്ടാതിരിക്കുന്ന രാജപദവിയിലുള്ളവരെയായിരിക്കും കാണിക്കുക. ഒരുപക്ഷെ പാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അവർക്കാണെങ്കിൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടി കാണില്ല. അങ്ങനെ അവർ പറയുന്ന അതേസമയം മറ്റാരോ അവിടേക്ക് കടന്നു വരും. ഇവിടേക്ക് വന്ന ആളാണെങ്കിൽ ഇപ്പൊ അവരോട്
പറയും എർവിൻ സ്മിത്തിനെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് അവരും ഇപ്പൊ രാജാവിന്റെ മുൻപിലേക്ക് പോകാൻ തയ്യാറെടുക്കും. എർവിൻ സ്മിത്തിനെ കൊന്നുകഴിഞ്ഞാൽ ഇത്രയും കാലവും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോവില്ല. നമ്മൾ തന്നെ ഇവിടെ തുടരും. കട്ട് ചെയ്ത രാജാവിന്റെ മുൻപിലേക്ക് വന്ന എർവിൻ സ്മിത്തിനോട് നിനക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന രാജാവിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.